നമ്മുടെ ബുദ്ധിക്ക് ശരിയല്ലാത്തൊരു കാര്യം ചെയ്യാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം പിതൃഭവനത്തെയും ജനിച്ചു വളർന്ന നാടിനെയും അവിടെ പരിചയമുള്ള ആളുകളെയും ഒക്കെ വിട്ടുപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ ദൈവം കാട്ടിത്തരുന്ന സ്ഥലത്തേക്ക് എവിടെ വെച്ചെന്നറിഞ്ഞുകൂടാ, എത്ര ദൂരം നടക്കണമെന്നറിഞ്ഞുകൂടാ, എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാത്ത ഒരു യാത്രയിലേക്ക് അബ്രഹാം തന്റെ ഭാര്യയെയും കൂട്ടി പുറപ്പെടുന്ന യാത്രയുടെ പേരാണ് മനസ്സിന്റെ ഇരുണ്ട രാത്രി എന്ന യാത്ര. കാരണം മനസ്സിന് ഇത് പിടികിട്ടുന്നില്ല. വിളിക്കാം ഈശോയേ. ബുദ്ധിക്ക് ഇത് മനസ്സിലാകുന്നില്ല. 75-ാമത്തെ വയസ്സിൽ പീരീഡ്സ് ഒക്കെ അവസാനിച്ച സാറ, അവൾക്ക് ഇനി കുട്ടിയുണ്ടാകുമെന്ന് മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്താനങ്ങൾ ഉണ്ടാകുമെന്ന വാഗ്ദാനം കേട്ട് ദൈവത്തിന്റെ പിറകെ പോകുന്ന യാത്ര, പ്രിയപ്പെട്ടവരെ, ഒരു വേറെ ചൈതന്യമാണ്. അതൊരു വേറൊരു ക്രാഫ്റ്റാണ്. അതിനെയാണ് പറയുന്നത് മനസ്സിന്റെ നവീകരണം എന്ന് പറയുമ്പോ നിനക്ക് സ്വർഗീയമായ ചിന്തകൾ ഉണ്ടാകും. യൗസേപ്പ് പിതാവിനുണ്ടായതുപോലെ സ്വർഗീയമായ ചിന്ത, സ്വർഗീയമായ വികാരങ്ങൾ, സ്വർഗീയമായ പ്രവർത്തികൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 38-ാമത്തെ തിരുവചനം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല. വിളിക്കാം ഈശോയേ. മനസ്സിന്റെ ഈ വ്യത്യസ്തമായ ചൈതന്യം അവനെ നയിച്ചത്, അവളെ നയിച്ചത് വ്യത്യസ്തമായൊരു ചൈതന്യമായിരുന്നു.